അമേരിക്ക ചൈന വ്യാപാര സംഘർഷങ്ങൾ രൂക്ഷമാകുന്നതിനിടയിൽ അമേരിക്കൻ മാർക്കറ്റിന് തുടക്കത്തിൽ ലഭിച്ച പോസിറ്റീവ് മൊമെന്റം നഷ്ടമാവുകയും അമേരിക്കൻ ഇൻഡിസസുകൾ നെഗറ്റീവ് സൈഡിൽ ക്ലോസിംഗ് നൽകുകയും ചെയ്തു. റെസിപ്രോക്കൽ താരിഫ് കുറയ്ക്കുന്നതിന് വേണ്ടി 70ഓളം രാജ്യങ്ങൾ അമേരിക്കയുമായി ചർച്ചയ്ക്ക് തയ്യാറായതിൻ്റെ പശ്ചാത്തലത്തിലും റെസിപ്രോക്കൽ താരിഫുകൾ കുറയ്ക്കുമെന്നുള്ള പ്രതീക്ഷയുടെ പശ്ചാത്തലത്തിലും കഴിഞ്ഞ ദിവസം അമേരിക്കൻ മാർക്കറ്റ് പോസിറ്റീവ് ഓപ്പണിംഗ് നൽകുകയും പ്രധാന ഇൻഡെക്സുകളെല്ലാം 4% മുകളിൽ അല്ലെങ്കിൽ ഹയർ സൈഡിൽ ട്രേഡ് ചെയ്യുകയുമായിരുന്നു. അതേസമയം റെസിപ്രോക്കൽ താരിഫ് നയത്തിൽ നിന്നും അമേരിക്ക പിന്നോട്ട് പോകില്ല എന്ന് ഉറപ്പിക്കുകയും എന്നാൽ ചർച്ചയ്ക്ക് സന്നദ്ധരാണെന്ന് അറിയിക്കുകയും ചെയ്തിരുന്നു. അതുകൂടാതെ ചൈനയ്ക്ക് മുകളിൽ 104% ടാക്സ് ഏർപ്പെടുത്താനും അമേരിക്ക തീരുമാനിച്ചിരുന്നു. ഇതിൻ്റെ പശ്ചാത്തലത്തിലാണ് കഴിഞ്ഞ ദിവസം ഇൻവെസ്റ്റേഴ്സിന് പ്രതീക്ഷ നഷ്ടപ്പെടുകയും അമേരിക്കൻ ഇൻഡെക്സുകൾ നെഗറ്റീവ് സൈഡിൽ ക്ലോസിംഗ് നൽകുകയും ചെയ്തത്. ഡോ ജോൺസ് 0.8% ഇടിഞ്ഞത്. നാസ്ഡാക്ക് 2.5%, S&P 1.57% ഇടിഞ്ഞു. അതേസമയം ടെക് സെക്ടറിലെ ഒട്ടുമിക്ക സ്റ്റോക്കുകളിലും മികച്ച റിക്കവറി വന്നതിൻ്റെ പശ്ചാത്തലത്തിൽ ഇന്നത്തെ ദിവസം IT ആൻഡ് ടെക് സെക്ടറിലെ സ്റ്റോക്കുകളിൽ ഒരു പോസിറ്റീവ് മൂവ്മെൻറ്റ് പ്രതീക്ഷിക്കാവുന്നതാണ്. കൂടാതെ കഴിഞ്ഞ ദിവസം അമേരിക്കൻ മാർക്കറ്റിൽ ബാങ്കിങ് ആൻഡ് ഫിനാൻസ് സെക്ടറിലെ സ്റ്റോക്കുകളും ഡീസൻറ്റ് പെർഫോമൻസ് കാഴ്ചവെച്ചു. അതുകൊണ്ട് ഇന്നത്തെ ട്രേഡിംഗ് സെഷനിൽ ഇന്ത്യൻ മാർക്കറ്റിൽ ടെക് ആൻഡ് ബാങ്കിങ് ആൻഡ് ഫിനാൻസ് സെക്ടറിലെ സ്റ്റോക്കുകളിൽ ഒരു ബൈയിങ് മൊമെൻറ്റം അല്ലെങ്കിൽ ഡീസൻറ്റ് പെർഫോമൻസ് ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഗ്ലോബൽ മാർക്കറ്റിൽ നിന്ന് ലഭിക്കുന്ന ഇൻപുട്ടിന് പുറമെ RBIയുടെ മോണിറ്ററി പോളിസി കമ്മിറ്റി മീറ്റിംഗ് ഔട്ട്കവും ഇന്ത്യൻ മാർക്കറ്റിനെ സ്വാധീനിക്കുന്ന ഒരു പ്രധാന ഘടകമാണ്. ഇന്ന് നടക്കുന്ന RBIയുടെ മോണിറ്ററി പോളിസി കമ്മിറ്റി മീറ്റിംഗിൽ 25 ബേസിസ് പോയിൻറ്റിൻ്റെ റേറ്റ് കട്ടാണ് മാർക്കറ്റ് പ്രതീക്ഷിക്കുന്നത്. കഴിഞ്ഞ ദിവസം നിഫ്റ്റി 1.69% ഉയർന്ന് 22,535 മുകളിൽ ക്ലോസിംഗ് നൽകിയത് മാർക്കറ്റിൽ വന്ന റിക്കവറിയെ ഇൻഡിക്കേറ്റ് ചെയ്യുന്നു. തിങ്കളാഴ്ചയിലെ ട്രേഡിംഗ് സെഷനിൽ ഇന്ത്യൻ മാർക്കറ്റ് ഇടിഞ്ഞതൊക്കെ ചൊവ്വാഴ്ചയിലെ ട്രേഡിംഗ് സെഷനിൽ ഏകദേശം റിക്കവർ ആവുകയും ചെയ്തു. നിഫ്റ്റിയെ സംബന്ധിച്ചിടത്തോളം വീക്കിലി ബേസിസിൽ ഇനി 20-ഡേ എക്സ്പോണൻഷ്യൽ മൂവിംഗ് ആവറേജ് റേഞ്ച് ആയിരിക്കും പ്രധാന റെസിസ്റ്റൻസായി പ്രവർത്തിക്കുക. 22,950, 23,000 തുടങ്ങിയ റേഞ്ചുകളിലാണ് 20-ഡേ എക്സ്പോണൻഷ്യൽ മൂവിംഗ് ആവറേജ് റേഞ്ച് ഉള്ളത്. അതേസമയം 23,200 മുകളിൽ മാർക്കറ്റ് ബ്രേക്കൗട്ട് നൽകുകയാണെങ്കിൽ മാർക്കറ്റ് വീണ്ടും ബുള്ളിഷ് ട്രെൻഡിലേക്ക് മാറി എന്ന് നമ്മൾക്ക് കൺഫേം ചെയ്യുകയും ചെയ്യാം. വീക്കിലി ബേസിസിൽ 21,800 പ്രധാന സപ്പോർട്ടായി പ്രവർത്തിക്കുകയും ചെയ്യും. ഡെയിലി ബേസ് നോക്കുകയാണെങ്കിൽ കഴിഞ്ഞ ട്രേഡിംഗ് സെഷനിലെ മാർക്കറ്റിൻ്റെ പ്രധാന റെസിസ്റ്റൻസ് ആയ 22,350 ആയിരിക്കും ഇന്നത്തെ ട്രേഡിംഗ് സെഷനിലെ സപ്പോർട്ടായി പ്രവർത്തിക്കുക. അതിനുശേഷം 22,300, 22,000 തുടങ്ങിയ ലെവലുകളും മാർക്കറ്റിൻ്റെ പ്രധാന സപ്പോർട്ടായി പ്രവർത്തിക്കും. 22,650 പ്രധാന റെസിസ്റ്റൻസ് ആണ്. 22,650 മുതൽ 22,800 വരെയുള്ള സോൺ ഒരു റെസിസ്റ്റൻസ് സോണായി തുടരും. ഇനി ഇന്നത്തെ ട്രേഡിംഗ് സെഷനിൽ നമ്മൾക്ക് ശ്രദ്ധിക്കാവുന്നതും അട്രാക്റ്റീവായിട്ടുള്ള ടെക്നിക്കൽ ലെവൽസ് കാണുന്നതുമായ ചില സ്റ്റോക്കുകളെ പരിചയപ്പെടാം. ഒന്നാമത്തേത് GMR എയർപോർട്ട്. GMR എയർപോർട്ട് എന്ന സ്റ്റോക്കിൽ ശക്തമായ ബുള്ളിഷ് ട്രെൻഡ് നമ്മൾക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. കൂടാതെ 20 ഡേയിലെ ഡെലിവറി വോളിയത്തെക്കാളും മികച്ച രീതിയിലുള്ള വോളിയം ബൈയിങ് സ്റ്റോക്കിൽ കാണുന്നുണ്ട്. ടെക്നിക്കലി 20-ഡേ, 50-ഡേ, 100-ഡേ, 200-ഡേ എക്സ്പോണൻഷ്യൽ മൂവിംഗ് ആവറേജ് റേഞ്ചിന് മുകളിൽ സ്റ്റോക്ക് ട്രേഡ് ചെയ്യുന്നു. ഇനി RSI നോക്കുകയാണെങ്കിലും 73.89 അതായത് സ്ട്രോങ് ബൈയിങ്ങിനെ ഇൻഡിക്കേറ്റ് ചെയ്യുന്ന RSI ആണ് കാണുന്നത്. ഇതിൻ്റെ പശ്ചാത്തലത്തിൽ സ്റ്റോക്ക് 85 രൂപയ്ക്ക് മുകളിൽ സസ്റ്റെയിൻ ചെയ്യുകയാണെങ്കിൽ 88, 90 തുടങ്ങിയ ലെവലുകളിലേക്ക് ഉയർന്നേക്കാം. 83 രൂപയുടെ സ്റ്റോപ്പ് ലോസ് ആണ് മെയിൻറ്റെയിൻ ചെയ്യേണ്ടത്. രണ്ടാമത്തേത് ഇൻഡസെൻറ്റ് ടവർ. ഇൻഡസെൻറ്റ് ടവറിലും സ്ട്രോങ് ബൈയിങ് മൊമെൻറ്റം കാണുന്ന ഒരു ക്യാൻഡിൽ പാറ്റേൺ ആണ് ഫോം ചെയ്തിരിക്കുന്നത്. റൗണ്ടിംഗ് ബോട്ടം രീതിയിലുള്ള ക്യാൻഡിൽ പാറ്റേൺ വരികയും അവിടെ നിന്നും ഒരു ബ്രേക്കൗട്ട് വരികയും ചെയ്തിട്ടുണ്ട്. കൂടാതെ സ്റ്റോക്ക് 20-ഡേ, 50-ഡേ, 100-ഡേ എക്സ്പോണൻഷ്യൽ മൂവിംഗ് ആവറേജ് റേഞ്ചുകൾക്ക് മുകളിൽ ട്രേഡ് ചെയ്യുന്നു. ഇതിൻ്റെ പശ്ചാത്തലത്തിൽ 370 രൂപയ്ക്ക് മുകളിൽ സ്റ്റോക്ക് സസ്റ്റെയിൻ ചെയ്താൽ 380, 385 പോലുള്ള ടാർഗറ്റുകൾ ഇൻഡസെൻറ്റ് ബാങ്കിൽ എയിം ചെയ്യാവുന്നതാണ്. 360 രൂപയുടെ സ്റ്റോപ്പ് ലോസ് മെയിൻറ്റെയിൻ ചെയ്യാം. വീക്കിലി ബേസിസിൽ നമ്മൾക്ക് കൺസിഡർ ചെയ്യാവുന്ന ഒരു സ്റ്റോക്ക് യൂണോ മിൻഡയാണ്. യൂണോ മിൻഡയെ സംബന്ധിച്ചിടത്തോളം എവിടെയും നമ്മൾക്ക് റൗണ്ടിംഗ് ബോട്ടം രീതിയിലുള്ള ക്യാൻഡിൽ പാറ്റേണും ട്രെൻഡ് റിവേഴ്സലും കാണാൻ സാധിക്കുന്നുണ്ട്. യൂണോ മിൻഡ എന്ന സ്റ്റോക്ക് 930 മുകളിൽ സസ്റ്റെയിൻ ചെയ്യുകയാണെങ്കിൽ യൂണോ മിൻഡ എന്ന സ്റ്റോക്ക് 830 മുകളിൽ സസ്റ്റെയിൻ ചെയ്യുകയാണെങ്കിൽ അവിടെ നിന്നും വരും സമയങ്ങളിൽ സ്റ്റോക്ക് 880, 900 തുടങ്ങിയ ലെവലുകളിലേക്ക് ഉയരാനുള്ള സാധ്യതയുണ്ട്. 805 രൂപയുടെ സ്റ്റോപ്പ് ലോസ് ആണ് മെയിൻറ്റെയിൻ ചെയ്യേണ്ടത്. ക്രെഡിറ്റ് ആക്സിസ് ഗ്രാമീൺ ബാങ്ക് എന്ന സ്റ്റോക്കും ടെക്നിക്കലി വളരെ അട്രാക്റ്റീവായിട്ട് കാണാൻ സാധിക്കും.
വീക്കിലി ക്യാൻഡിൽ പാറ്റേൺ നമ്മൾ പരിശോധിക്കുകയാണെങ്കിൽ കൺസോൾട്ടേഷന് ശേഷം ഒരു മികച്ച മൂവ്മെൻറ്റിന് ബാങ്ക് തയ്യാറെടുക്കുകയാണെന്ന് കാണാൻ സാധിക്കും. ഇതിൻ്റെ പശ്ചാത്തലത്തിൽ സ്റ്റോക്ക് 995 രൂപയ്ക്ക് മുകളിൽ സസ്റ്റെയിൻ ചെയ്താൽ 1050, 1080 തുടങ്ങിയ ലെവലുകളിലേക്ക് വീക്കിലി ബേസിസിൽ ഉയരാൻ സാധ്യതയുണ്ട്. ഇവിടെ 960 രൂപയുടെ സ്റ്റോപ്പ് ലോസ് ആണ് മെയിൻറ്റെയിൻ ചെയ്യേണ്ടത്.